നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? എങ്ങനെയുണ്ടാ? നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? നീ ആള് കാണുന്ന പോലെയൊന്നും അല്ല, നല്ല സാഹിത്യകാരൻ തന്നെ. സാനിയ അയ്യപ്പനും കൂടിയുള്ള വീഡിയോ നല്ല വൈറലായിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ചങ്കുവേ, സത്യം പറ, വല്ല റൊമാൻറ്റിക് ലൈനും ആണോ? കാക്കയുടെ വിശപ്പം തീരും, പശുവിന്റെ കടി മാറും. എന്താണ് അവള് പറഞ്ഞത്? ഒന്ന് പറയടാ. നീ അതിന്റെ പേരിൽ പറയാ, പുറത്താരോട് പറയരുത്. ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ? കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ല? ഞാനും സാനിയ അയ്യപ്പനും കൂടി പണ്ട് KV കേന്ദ്ര വിദ്യാലയയില് 10ാം ക്ലാസ്സിലെ പരീക്ഷ ഒരു ഹാളില് പല പല ബെഞ്ചിലായിട്ടിരുന്ന് പരീക്ഷ എഴുതിയതാണ്. കൊറേ നാള് കാണാണ്ടായപ്പോ ഞാൻ കരുതി ശല്യം തീർന്നു. ഇങ്ങോട്ടാ കെട്ടുകിട്ടിയതെന്ന് അറിഞ്ഞില്ല. ഓടാ പട്ടി, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? ഇത് ഞാനാടി ഓമനക്കുട്ടൻ. ആ ബിയർ വേണേ ഒന്ന് സിപ്പ് ചെയ്തു, ആ ചമ്മലങ്ങ് മാറിക്കോട്ടെ. വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി എൻ മാൻകിടാവേ. നിന്റെ മെയ്യിൽ പാതി പകുത്തു തരൂ, നിന്റെ മനസ്സിൽ പാതി എടുത്തു തരുമോ? പെൺകുട്ടികൾക്ക് ഒരു എന്നെ കാണുമ്പോ ഒരു ഹരമായിട്ട് തോന്നുന്നുണ്ട്. ഇതാണോ സംസ്കാരം? എടാ, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? എവിടെയായിരുന്നു തന്റെ പഴയ ഉഷാറൊക്കെ പോയോ? ഇവൻ പോയാ വീഴൂ, ഞാൻ വീഴ്ത്തും. ഇതാണോ സംസ്കാരം? തൽപരകശിയല്ല. ഈശ്വര, മറിയാമ്മ. ഇയാള് കൊറേ നേരമായിട്ട് എന്നെ... എന്താടോ? ഒന്നുമില്ല, ഞാൻ കുട്ടിയോട് സമയം ചോദിക്കുന്നു. തന്റെ വാച്ചുണ്ടല്ലോ. പറഞ്ഞോലെ എന്റെ വാച്ചുണ്ടല്ലോ. എന്ത്? അല്ല, എന്റെ സമയം ശരിയാണെന്ന് ഞാൻ ചോദിക്കായിരുന്നു. തന്റെ സമയം മോശമാക്കാതെ പോടോ. ഇത് അമ്പലപ്പറമ്പാ, നാട്ടുകാരുടെ പെട്ട പൂരപ്പറമ്പാവും. മിണ്ടില്ല ഞാൻ, പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ, ഇത് ഞാൻ വേറെ ആർക്കെല്ലാം കൊടുത്തോളാം. ശല്യങ്ങള്. ഈ ഫയൽ നോക്കേ, ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. പോയി പണിയെടുത്ത് ജീവിക്കടാ. ഒരു പൊട്ടാ കുട്ട ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. കൊല്ലണേനേക്ക പിള്ളേരെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. ഒരു മണ്ടൻ, ഒരു പൊട്ടൻ, ഒരു സ്ലോ മോഷൻ. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ? ഇവന്മാരെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല? ഇവിടെ ഈ ലൈഫ് ബോയ് സോപ്പിന്റെ ഒക്കെ പരസ്യത്തില് സോപ്പ് ഉരച്ച് കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് 2 കീടാണുക്കൾ മാത്രം ബാക്കി വരില്ലേ? ആ 2 കീടാണുക്കളാണ് ഇരിക്കുന്ന രണ്ടും, ഡിങ്കും മിങ്കും.